കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത് അറസ്റ്റിൽ. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നുമാണ് പിടിയിലായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ഷിംജിതയെ കൊയിലാണ്ടി ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത് അറസ്റ്റിലായിരിക്കുന്നു. വൈദ്യപരിശോധന പൂർണ്ണമായി കഴിഞ്ഞു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രോഹിണി, ഷിംജിതയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി. കൊയിലാണ്ടി ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ചായിരുന്നു വൈദ്യപരിശോധന. ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ഷിംജിതയുമായി അന്വേഷണ സംഘം ഈ മെഡിക്കൽ കോളേജിലെ പോലീസ് ഉടൻ തന്നെ ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ പോലീസ് വരുന്നത് ഒരു സ്വകാര്യ വാഹനത്തിലാണ്. ഒപ്പം 2 പോലീസുകാരും ഒരു വനിതാ പോലീസും, അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ ഷിംജിതയെ പിടികൂടിയിരിക്കുന്നത്. ഇവർ 3 സംഘവും അല്പസമയത്തിനകം ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നുള്ള വിവരമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഷിംജിത, ഈ ദീപകിന്റെ മരണം, ഈ ബസ്സിൽ ഷിംജിത ലൈംഗിക അതിക്രമം നടത്തി എന്ന പേരിൽ ഷിംജിത ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും അങ്ങനെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നു. ഈ ദീപകിനെ ഒരു ലൈംഗിക വൈകൃതത്തിന് ഉടമയാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം ഈ പോസ്റ്റിലൂടെ നടത്തുന്നു. അത് കണ്ടതിന് ശേഷം മനോവിഷമത്തിൽ തന്നെ ഇങ്ങനെ താറടിച്ച് കാണിച്ചു എന്ന മനോവിഷമത്തിലാണ് വെറും 42 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു. ഈ ആത്മഹത്യ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഷിംജിത മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി, മറ്റൊരു വീഡിയോയുമായി രംഗത്ത് വരുന്നു. താൻ ചെയ്തത് പ്രവൃത്തിയിൽ തെറ്റില്ല, താൻ ചെയ്തത് ന്യായീകരിച്ചുകൊണ്ടായിരുന്നു ഷിംജിത രണ്ടാമതും പോസ്റ്റ് ഇട്ടത്. അതായത് ഈ ദീപക് താൻ കാരണം ഒരു ജീവൻ പൊലിയുന്നു, അതിൽ പോലും തെല്ലും സങ്കടമില്ലാതെയാണ് ഷിംജിത മറ്റൊരു പോസ്റ്റുമായി രംഗത്ത് വന്നത്. ഇതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഷിംജിതയ്ക്കെതിരെ വലിയ പ്രതിഷേധം, ജനരോഷം ഉണ്ടായിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല, ആളുകൾക്കിടയിൽ പോലും വലിയ പ്രതിഷേധം ഈ ഷിംജിതയ്ക്കെതിരെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായാണ് ഈ ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു എന്ന വാർത്ത കേട്ട ഉടൻ തന്നെ ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് ഈ രീതിയിൽ ആളുകൾ തടിച്ചുകൂടുന്നതിന് കാരണമായിരിക്കുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ ഈ ഷിംജിതയെ ഇത്തരത്തിലൊരു കേസിൽപ്പെട്ട ഈ പ്രതിയെ കാണുക എന്നുള്ളതാണ്. ഈ ഷിംജിത നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരിയല്ല. ഈ ഷിംജിത മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകയാണ്. 2 തവണ വാർഡ് കൗൺസിലറായിട്ടുണ്ട്, സൈക്കോളജിസ്റ്റാണ്. അങ്ങനെ സാധാരണ ഒരു യുവതി എന്ന രീതിയിൽ ഷിംജിതയെ ചിത്രീകരിക്കാൻ കഴിയില്ല. കൃത്യമായി എല്ലാ കാര്യത്തെക്കുറിച്ചും ബോധം, കൃത്യമായി വ്യക്തതയും ഉള്ള ആളാണ് ഷിംജിത. അതുകൊണ്ട് തന്നെ ഈ ഷിംജിതയ്ക്കെതിരെ ഇങ്ങനെ ഒരു, അതായത് അറിയാതെ ചെയ്തു പോയൊരു കുറ്റം എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ഒരു ഘട്ടത്തിൽ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷെ അപ്പോൾ പോലും പോലീസ് ഈ വിഷയത്തിൽ കാണിക്കുന്ന ഈ ഒരു രഹസ്യ സ്വഭാവം അതെന്തിനാണ് എന്നുള്ളതാണ്. പോലീസ് വാഹനം എന്തിനൊഴിവാക്കി, എന്തിന് സ്വകാര്യ വാഹനത്തിൽ ഷിംജിതയെ കൊണ്ടുവരാൻ പോലീസ് തുനിഞ്ഞു? മാധ്യമങ്ങളിൽ നിന്ന് ഈ അറസ്റ്റിന്റെ വാർത്ത എന്തിന് മറച്ചുവെച്ചു? ഷിംജിതയെ അറസ്റ്റ് ചെയ്യാത്തതിന്റെ പേരിൽ മാധ്യമങ്ങൾക്ക്, പോലീസിന് വലിയ വിമർശനം ഉയരുന്നുണ്ട്. അങ്ങനെ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ പോലും ഈ അറസ്റ്റ്, രാവിലെ ഇന്ന് ഷിംജിതയെ അറസ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് പോലീസ് അത് മറച്ചുവെച്ചു? ഇങ്ങനെ എന്തിനാണ് പോലീസ് ഈ ഷിംജിതയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ഈ BJP പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളും ചോദിച്ചിരിക്കുന്നത്. പൊതുമധ്യത്തിൽ ഈ ഒരു അറസ്റ്റിന്റെ കാര്യം പറയാനും ഷിംജിതയെ പൊതു ഇടത്തിലേക്ക് കൃത്യമായി കാണിക്കാനും പോലീസ് എന്താണ് മടി കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയുള്ള നിമിഷമാണ് ഏറെ നിർണായകം. അതായത് ഈ കേസിൽ ഒരു ജീവൻ പൊലിഞ്ഞതാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ ഇനി നിർണായകമാകുക ഈ ഷിംജിതയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ജാമ്യം ലഭിച്ചാൽ, ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ ഈ കേസിൽ ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചാൽ വലിയ പ്രതിഷേധം അതുണ്ടാകും. അത് ജനരോഷം ഉണ്ടാകും, സാധാരണക്കാർക്കിടയിൽ നിന്നുണ്ടാകും, BJPയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ഇത്ര ക്രൂരമായി ഒരു മനുഷ്യനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപവാദ പ്രചരണം നടത്തി ഒരു മനുഷ്യജീവനെ കൊന്നുകൊണ്ട് ഷിംജിത നടത്തിയ കാര്യമാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. കാരണം ഷിംജിതയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാർ എത്തുന്നതും കാത്തൊരു വലിയ ജനക്കൂട്ടം തന്നെ അവിടെ നിൽക്കുകയാണ്. ഇവരെല്ലാവരും പ്രതിഷേധ സ്വരം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന്റെ ഒരു അംഗം
അംഗമാണ്, അതോടൊപ്പം പഞ്ചായത്ത് മുൻ അംഗമാണ്. ഒരു യുവതിക്ക് ഏതു രീതിയിലാണ് നിയമപരമായി പ്രതികരിക്കേണ്ടത് എന്നുള്ളതൊക്കെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. പൊതുസമൂഹത്തിൽ ആക്ഷേപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത്തരത്തിലൊരു റീൽ ചിത്രീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഒരു ജീവൻ നഷ്ടമായി കഴിഞ്ഞതിന് എന്ത് ന്യായീകരണം നൽകുന്നതും ഉതകുന്ന കാര്യം തന്നെയല്ല. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇതിനെതിരെ വലിയ ജനരോഷം ഉയർന്നതും. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസിന്റെ അറസ്റ്റ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിക്കൊണ്ട് തന്നെയല്ലേ എത്ര മണിയോടുകൂടിയാകും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക? അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിക്രമങ്ങൾ എങ്ങനെയാകും പുരോഗമിക്കുക? രോഹിണി, നിലവിൽ കോഴിക്കോട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഷിംജിതയുടെ മുഖം പോലും കാണിക്കാത്ത രീതിയിലുള്ള, ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിലായിരുന്നു ഷിംജിതയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. അതിനുശേഷം ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. ഈ സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും എന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഈ രീതിയിൽ പ്രദേശവാസികളും നാട്ടുകാരും തടിച്ചുകൂടിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ പൊതുജനം വയലന്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇത് അറിഞ്ഞത് മുതൽ ഒരു വലിയ ജനക്കൂട്ടം, ഈ വലിയ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു വലിയ ജനക്കൂട്ടം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെ ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു പക്ഷേ പോലീസ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത് മാറ്റാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാലും നമുക്ക് ഇവിടെ ഈ ഷിംജിത അറസ്റ്റിലായിരിക്കുകയാണ്. എന്താണ് ഒരു സാധാരണക്കാരി എന്ന നിലയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? അറസ്റ്റ് ചെയ്യണമെന്ന് പറയാം. അല്പം വൈകി എന്ന് തോന്നുന്നുണ്ടോ ഈ അറസ്റ്റ് വൈകിയെന്ന് തോന്നുന്നില്ല. അത് തന്നെയാണ് ഈ ഷിംജിത ഇവിടെ അറസ്റ്റ്. എന്തായാലും ഷിംജിത അറസ്റ്റിലായിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? പറയാനില്ല, അത് നല്ല കാര്യമാണ് നിങ്ങളൊക്കെ ഇപ്പം ചെയ്തത്. അറിയുന്നല്ല, ഇനി ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാവരുത്. സങ്കടം വന്നു നമ്മളാരും അല്ലെങ്കിലും സങ്കടമായിപ്പോയി. ഞാനും ഒരു മോൻ്റെ അമ്മയാണ്, അവിടേക്ക് അങ്ങനത്തെ വിഷമമുണ്ട്. അത് തന്നെയാണ് രോഹിണി. ഇത് ഈ ദീപക്കുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ പരിചയമോ ബന്ധുവോ ഒന്നുമല്ല, ദീപകിന്റെ ആരുമല്ല. പക്ഷേ ഒരു അമ്മയാണ്. ആ ദീപകിന്റെ അമ്മ അച്ഛനും നിസ്സഹായതയോടെ കരയുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. അതുപോലെ ഇവിടെ ഒരു ബന്ധവുമില്ലാത്ത ഒരു അമ്മയാണ്, തനിക്കും ഇങ്ങനെ ഒരു മകനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിറകണ്ണുകളോടെ ഇരിക്കുന്ന ആളുകളും ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്തുണ്ട് എന്നുള്ളതാണ്. അത്രയധികം ഈ വേദന ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും പറയാനുള്ളത്. അത് തന്നെയാണ്. ചേച്ചി, ഈ കേസിൽ ഇപ്പോൾ ഷിംജിത അറസ്റ്റിലായിരിക്കുകയാണ്. ഒരു നിരപരാധിയാണ് മരിച്ചത് എന്നുള്ളതാണ്. എന്താ പറയാനുള്ളത്? മാക്സിമം കിട്ടുന്ന ശിക്ഷ മേടിച്ചു കൊടുക്കണം. ഇങ്ങനെ പോലെ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഒരാളെ തട്ടാണ്ട് മൂട്ടാണ്ട് എന്തായാലും നിൽക്കാനാവൂല. ബസ് ചേച്ചി ഒന്നും പറഞ്ഞത് വ്യക്തമായില്ല. എന്താ പറഞ്ഞത്? നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും തട്ടാണ്ട് മൂട്ടാണ്ട് എന്തായാലും നിൽക്കൂലല്ലോ. എന്തായാലും ഓടുന്ന ബസ്സിൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും. അത് ഇപ്പം ഈ ദീപക് എന്ന് പറയുന്ന ആള് ബസ്സിൽ കയറിയത് നല്ല തിരക്കുള്ള ബസ്സിലായിരുന്നു. കണ്ടത് അവർക്ക് എങ്ങനെയാണ് അവിടെ വീഡിയോ എടുക്കാനൊരു സ്കോപ്പ് കിട്ടിയതെന്ന് തന്നെ അതിനൊരു ഉത്തരം പറയേണ്ട ആവശ്യമുണ്ട്. എന്നാൽ അത്രയും തിരക്കുള്ള ബസ്സിൽ നിന്ന് സാധാരണക്കാരായ ഒരാൾക്ക് നമുക്ക് പോലും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ചേച്ചി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഉന്നയിച്ചൊരു കാര്യം. അത്രയും തിരക്കുള്ളൊരു ബസ്സാണ്, ആ ബസ്സിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഷിംജിത ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് എന്നുള്ളതാണ്. ഇത് അന്വേഷണ സംഘം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഇവർ സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ചേച്ചി, എന്തെങ്കിലും സംസാരിക്കാൻ പറയാനുണ്ടോ? തെറ്റ് ചെയ്തവർക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചെയ്തതായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ പറയുവാണ്, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കണമെന്ന്. ഈ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നാണ് ഇവിടെയും ആളുകൾ ഈ ഷിംജിതയെ കാണാൻ എത്തിയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. പക്ഷേ എല്ലാ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെയ്യുകയല്ല വേണ്ടത്. അതിന് എന്തെല്ലാം പ്രതിവിധിയുണ്ട്, അങ്ങനെ വേണം പ്രതികരിക്കാൻ. ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കണം. അല്ലാണ്ട് 2 ദിവസം കഴിഞ്ഞ് അങ്ങനെയൊക്കെയല്ല പ്രതികരിക്കേണ്ടത്. പക്ഷേ അത് നമ്മളിത് ഇങ്ങനെയൊക്കെ ചെയ്തത് ആ പെൺകുട്ടി ചെയ്ത തെറ്റ് തന്നെയാണ്. അത് നമ്മുടെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാം. അങ്ങനെ പല സംവിധാനം ഉണ്ടല്ലോ ഇപ്പോൾ സ്ത്രീകൾക്ക്.
ആ ഒരു നിയമത്തിനൊന്നും പോകാതെ ഇങ്ങനൊരു ഇത് ചെയ്തത് ഒരു കുടുംബത്തെ മൊത്തം വഴിയാധാരമാക്കുന്ന ഒരു ഇതിലേക്കാണ് നീങ്ങിയത്. അതിന് തെറ്റ് തന്നെയാണ്. ഒരു കുടുംബത്തെ മുഴുവൻ വഴിയാധാരമാക്കി എന്ന് തന്നെയാണ് ഈ ചേച്ചി പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ അങ്ങനെയാണ് പറയുന്നത്. നേരത്തെ രോഹിണി എന്തായാലും അല്പസമയത്തിനകം ഒരുപക്ഷെ ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഷിംജിതയെ എത്തിക്കും. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ആളുകൾ കൂടുന്ന സാഹചര്യമുള്ളത് കൊണ്ട് ഈ കുന്ദമംഗലം കോടതിയിൽ നേരിട്ട് ഷിംജിതയെ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 2 സാധ്യതകളാണ് ഈ വിഷയത്തിൽ ഉള്ളത് എന്നുള്ളതാണ് രോഹിണി. ശരി, ഷിംജിതയുടെ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ജനക്കൂട്ടം തന്നെയാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.